ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഇന്ന് ജൂൺ 30, തിരുഹൃദയ വണക്കമാസത്തിൻ്റെ അവസാന ദിവസമാണെന്ന്. ഈ തിരുഹൃദയ വണക്കമാസത്തിൽ തിരുഹൃദയം നമുക്ക് നൽകുന്ന ഒരു 12 വാഗ്ദാനങ്ങളുണ്ട് കേട്ടോ. ഈ 12 വാഗ്ദാനങ്ങളിൽ ഒരു 2-3 വാഗ്ദാനം എൻ്റെ ജീവിതത്തിൽ തിരുഹൃദയം ചെയ്തത് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നു. അതിൽ ഞാൻ പറഞ്ഞല്ലോ, നിങ്ങളുമായി ഞാൻ നേരത്തെ പങ്കുവച്ചിട്ടുണ്ട്. തിരുഹൃദയത്തിൻ്റെ ഭക്തി എനിക്ക് ആദ്യമായി ലഭിച്ചത് എൻ്റെ ഡാഡിയിൽ നിന്നാണ്. അന്നൊന്നും പിന്നീട് അതിനെക്കുറിച്ച് കൂടുതലായിട്ടൊന്നും നമ്മൾ ചിന്തിച്ചോ അല്ല അതിൽ ആ ഭക്തിയിലൊന്നും വളർന്നില്ലെങ്കിലും ഉണ്ടായിരുന്നു. പ്രാർത്ഥനകളൊക്കെ നമ്മൾ നടത്തുന്നുണ്ട് സാധാരണ രീതിയിലും. തിരുഹൃദയ ഭക്തി ആയത് ഈ 2000 കാലഘട്ടത്തിലാണ് കേട്ടോ. അപ്പം ഈ 2000 കാലഘട്ടത്തിൽ തിരുഹൃദയ ഭക്തിയിലേക്ക് കടന്നു വന്നപ്പം അതിനകത്ത് 12 വാഗ്ദാനങ്ങൾ ഈശോ നമുക്ക് തരുന്നുണ്ട്. അതിൽ ആദ്യത്തെ വാഗ്ദാനം ഇങ്ങനെയാണ്: എൻ്റെ ദിവ്യഹൃദയത്തോട് ഭക്തി പ്രദർശിപ്പിക്കുന്നവരുടെ ജീവിത അന്തസ്സിന് വേണ്ട അനുഗ്രഹങ്ങൾ ഞാൻ പ്രദാനം ചെയ്യും. ജീവിത അന്തസ്സ്, നമ്മൾ തിരഞ്ഞെടുക്കേണ്ട ജീവിത അന്തസ്സ് ദൈവം നമുക്ക് കാണിച്ചു തരും. വിവാഹത്തിലേക്ക് കയറണോ, വിവാഹ അന്തസ്സിലേക്ക് കയറണോ, സന്യാസ അന്തസ്സിലേക്ക് കയറണോ എന്നത് നമുക്ക് തിരഞ്ഞെടുക്കാൻ ദൈവം ഒരനുവാദം തന്നിട്ടുണ്ട്. അപ്പം നമ്മൾ തിരഞ്ഞെടുക്കുന്ന ഏത് അന്തസ്സാണെങ്കിലും ആ അന്തസ്സിൽ ദൈവം ആവശ്യമായ എല്ലാ അനുഗ്രഹങ്ങളും ദൈവം നമുക്ക് നൽകും. കാരണം ആ ഓരോ അന്തസ്സിനും അതിൻ്റേതായ പ്രയാസങ്ങളും പ്രതിസന്ധികളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ അത് സഹിക്കാനും അത് കടന്നു പോകുവാനുമുള്ള ഒരനുഗ്രഹം തിരുഹൃദയം നമുക്ക് നൽകും. എൻ്റെ ജീവിതത്തിലുണ്ടായ ഒരു അനുഭവം എങ്ങനെയാണെന്ന് വെച്ചാൽ, ഞാൻ വളരെ പ്രയാസത്തിലൂടെ കടന്നു പോണ സമയത്താണ് ഞാൻ ഈ തിരുഹൃദയം, ഞാൻ താമസിക്കുന്ന വീട് എൻ്റെ ഇടവകപ്പള്ളി തിരുഹൃദയത്തിന് പേര് കേട്ടൊരു പള്ളിയാണ്. അപ്പോൾ ആ പള്ളിയിൽ അവിടെ നൊവേന ഉണ്ട്, കുർബാനയൊക്കെ ഉണ്ടെങ്കിലും ഞാൻ വലിയ കാര്യമായിട്ടൊന്നും, പക്ഷേ ഒരു സമയത്ത് എനിക്ക് അതിൽ പങ്കെടുക്കേണ്ടി വന്നു. അന്നാണ് ഞാൻ ഇതേക്കുറിച്ചൊക്കെ ആദ്യമായിട്ട് കേൾക്കുന്നത്. അന്ന് മുതൽ എൻ്റെ ജീവിതത്തിൽ ഞാൻ ആ തിരുഹൃദയത്തോട് തുടങ്ങിയ ഭക്തിയിൽ എൻ്റെ ജീവിതത്തിൽ എൻ്റെ ദൈവം ഏത് പ്രതിസന്ധിയിലാണെങ്കിലും, എത്ര വലിയ നടക്കില്ല എന്ന് വിചാരിക്കുന്ന കാര്യമാണെങ്കിൽ പോലും യേശു ഇടപെടും എന്ന് എന്നെ പഠിപ്പിച്ച ഒരു വലിയൊരു അനുഭവമാണ്. പിന്നെ നമ്മുടെ ജീവിതത്തിലെ എത്ര വലിയ പ്രതിസന്ധികൾ, അതിൽ വേറൊരു വാഗ്ദാനമുണ്ട്: ജീവിതത്തിലെ ഏത് പ്രതിസന്ധി ഘട്ടത്തിലും ഞാനൊരു തണലായിരിക്കുന്നു. അല്ലാണ്ട് അവരുടെ പ്രയാസങ്ങളിൽ, അവരുടെ പ്രയത്നങ്ങളിലൊക്കെ ഞാൻ ഇടപെടും എന്നൊരു വാഗ്ദാനം കൂടിയുണ്ട് കേട്ടോ അതിനകത്ത്. അപ്പം ഈ ഈശോയുടെ ഭക്തി, തിരുഹൃദയത്തിനോടുള്ള ഭക്തി എന്നെ പഠിപ്പിച്ചത് എന്താണെന്ന് വെച്ചാൽ, നമ്മളുടെ ഒരാവശ്യം നടക്കേണ്ട സമയത്ത്, നമ്മൾക്ക് നടക്കില്ല എന്ന് തോന്നുമെങ്കിലും കിട്ടേണ്ട സമയത്തിൻ്റെ അവസാനത്തെ മൊമെൻറ്റ്, അതായത് അവസാനത്തെ സെക്കൻഡിലാണെങ്കിൽ പോലും തിരുഹൃദയം അത് നമുക്ക് തരിക തന്നെ ചെയ്യും. ഈ തിരുഹൃദയത്തോട് വളരെ സ്നേഹത്തോടെ സ്നേഹിച്ചുകൊണ്ട് ജീവിക്കുന്ന, നമ്മെ പൂർണ്ണമായും സ്നേഹിക്കുന്ന ഒരു തിരുഹൃദയമാണ്. ആ തിരുഹൃദയത്തെയും നമുക്ക് തിരിച്ച് സ്നേഹിച്ചുകൊണ്ട് നമ്മുടെ കുടുംബത്തെയും നമ്മുടെ മക്കളെയും ഒക്കെ തിരുഹൃദയത്തിൽ കാഴ്ചവെച്ച് പ്രാർത്ഥിക്കാം. നന്ദി.